ഇനി നമ്മൾ ഈ റെസ്പിറേഷന്റെ ഓരോ സ്റ്റെപ്സും നോക്കാം കേട്ടോ. റെസ്പിറേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രീത്തിങ് ഓർ പൾമനറി വെന്റിലേഷൻ ബൈ വിച്ച് atmosphere air is drawn in and carbon dioxide rich alveolar air is released out. ഇതെന്ത് പ്രോസസ് വഴിയാണ് നടക്കുന്നത്? ഇൻഹെയിലേഷൻ ആൻഡ് എക്സ്ഹെയിലേഷൻ പ്രോസസ്. നമ്മൾ പഠിച്ചു ഇൻഹെയിലേഷൻ ആൻഡ് എക്സ്ഹെയിലേഷൻ മെക്കാനിസം എങ്ങനെയാണ് നടക്കുന്നത് നമ്മൾ പഠിച്ചു അല്ലേ. തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം കൂട്ടി നമ്മുടെ പൾമനറി പ്രഷർ കുറച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഹയർ പ്രഷറിൽ നിന്ന് ലോവർ പ്രഷറിലേക്ക് എയർ എടുക്കുന്ന ഇൻഹെയിലേഷനും, അതേപോലെ എക്സ്ഹെയിലേഷൻ എന്ന് പറയുന്നത് ആ പൾമനറി പ്രഷർ കൂട്ടി ഫ്രം ഹയർ ടു ലോവർ പ്രഷർ ദ എയർ വിൽ ബി പാസ്ഡ് ഔട്ട്, ദാറ്റ് ഈസ് എക്സ്ഹെയിലേഷൻ എന്ന് പഠിച്ചു. അതെങ്ങനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അതെങ്ങനെയാണ് നടക്കുന്നത്, അതിന് എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ എന്തിൻ്റെയൊക്കെ കൺട്രാക്ഷൻ കൊണ്ടാണ് തൊറാസിക് ക്യാവിറ്റിയുടെ വലുപ്പം കൂടുന്നതെന്ന് നമ്മൾ പറഞ്ഞു. സോ ഹിയർ വി ക്യാൻ സേ ദ മേജർ സ്റ്റെപ്പ് ഓഫ് ബ്രീത്തിങ് ഓർ പൾമനറി വെന്റിലേഷൻ. ബ്രീത്തിങ്ങിന് പറയുന്ന വേറൊരു പേരാണ് പൾമനറി വെന്റിലേഷൻ. ഓക്കെ, സോ ഹിയർ ദ മേജർ സ്റ്റെപ്സ് ഓഫ് പൾമനറി വെന്റിലേഷൻസ് ആർ, we can say inhalation and exhalation. Inhalation, it will take less time as compared to exhalation. Inhalation നമ്മൾ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 2 seconds ആണെങ്കിൽ എക്സൈലേഷൻ ഇറ്റ് വിൽ ബി അറൌണ്ട് 3 seconds. ഓക്കെ, ഇതൊരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് കേട്ടോ, അല്ലാണ്ട് കറക്റ്റ് ആക്യുറേറ്റ് വാല്യൂ ഒന്നുമല്ല. ഏകദേശം 2 സെക്കൻഡ് ഇൻഹൈലേഷൻ എടുക്കുകയാണെങ്കിൽ 3 സെക്കൻഡ് ആയിരിക്കും നമ്മൾ എക്സ്ഹൈലേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. സോ ഹിയർ ഇൻഹൈലേഷൻ ആൻഡ് എക്സ്ഹൈലേഷൻ ആസ് ഇറ്റ് ഈസ് ടേക്കിംഗ് 2 seconds and 3 seconds respectively. Per minute, one person will inhale and exhale, that is 12 to 16 times. 12 മുതൽ 16 പ്രാവശ്യം വരെ ഒരു വ്യക്തി ബ്രീത്ത് ചെയ്യും ഒരു മിനിറ്റില്. ഓക്കെ, ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ്. നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ബ്രീത്ത് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് ഓക്സിജന്റെ റിക്വയർമെന്റ് വരുമ്പോൾ വി വിൽ ബ്രീത്ത് വെരി ഫാസ്റ്റ്, റൈറ്റ്? അതർവൈസ് വി വിൽ ബ്രീത്ത് നോർമലി. ഇനി നമ്മൾ ചെറിയ കുട്ടികളെ നോക്കിയാൽ വി ക്യാൻ സീ ദേ വിൽ ബ്രീത്ത് വെരി ഫാസ്റ്റ്, റൈറ്റ്? അറൌണ്ട് 40 times per minute ദേ വിൽ ബ്രീത്ത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ദേ നീഡ് മോർ ഓക്സിജൻ. അവർക്ക് നമ്മുടെ പോലെ തന്നെ ഓക്സിജന്റെ റിക്വയർമെന്റേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം എന്താന്ന് വെച്ചാല് the efficiency of transportation of oxygen in the case of infants is very less. നമ്മുടെ പോലെ അത്രയും ഓക്സിജനെ എഫിഷ്യന്റ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കഴിവ് അവരുടെ ബ്ലഡിനില്ല, അല്ലെങ്കിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം എന്ന് പറയുന്ന കുറച്ച് ഡള്ളാണ് അവരുടെ കേസിൽ. അതിന് കാരണം എന്താന്ന് വെച്ചാല് നമുക്കറിയാം ഓക്സിജന്റെ മേജർ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് ആരാണ് നമ്മുടെ ബോഡിയില്? ബ്ലഡിലുള്ള RBC ആണ് അല്ലെ. RBCയിൽ എന്താണ് ഇരിക്കുന്നത്? ഫുൾ ഹീമോഗ്ലോബിൻ ആണ്. ഒരു RBCയുടെ ഉള്ളിൽ തന്നെ ഏകദേശം 270 to 280 million ഹീമോഗ്ലോബിൻസ് വിൽ ബി ദെയർ. അതേപോലെ ഓരോ ഹീമോഗ്ലോബിനും 4 ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ കേസിൽ നമ്മളിപ്പോൾ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്, അതൊരു കൊട്ട പോലെ ഇരിക്കുന്ന ഒരു പ്രോട്ടീനാണ്, ബൈ കോൺകേവ് ഷേപ്പ് ഉള്ള ഒരു പ്രോട്ടീനാണ്. അതിൻ്റെ ഉള്ളിലേക്ക് 4 ഓക്സിജനെ നിറയ്ക്കണം. ഈ 4 ഓക്സിജനെ നിറയ്ക്കുമ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ആയിട്ടായിരിക്കുന്നത് അല്ലേ. അതൊരു കോർഡിനേറ്റഡ് ആക്ടിവിറ്റിയാണ് കേട്ടോ. ഓരോ ഓക്സിജനെ നിറച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത എല്ലാ സൈറ്റും വേഗം ഓക്സിജനെ നിറയ്ക്കാൻ പാകത്തിന് അതിൻ്റെ സൈറ്റിനെ ഒന്ന് എന്താ പറയുക റീഷേപ്പ് ചെയ്തെടുക്കും. അപ്പൊ ആ ഓക്സിജനെ ബൈൻഡ് ചെയ്യുന്ന സൈറ്റ് ഒന്ന് റീഷേപ്പ് ചെയ്യുമ്പോൾ വേഗം അത് ഓക്സിജനെ നിറയ്ക്കുകയും അത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് വെക്കുകയും ചെയ്യും. ഇനി ഇതിനെ ക്യാരി ചെയ്തു പോകുന്ന ഈ ബ്ലഡ്, ഈ ഹീമോഗ്ലോബിൻ ഓക്സിജനെ എടുത്തുകൊണ്ട് പോകുന്ന ആ ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുപോയിട്ട് നമ്മൾ ടിഷ്യൂലേക്ക് ഈ ഓക്സിജനെ കൊടുക്കണം. അപ്പൊ ഈ ഹീമോഗ്ലോബിൻ കംപ്ലീറ്റ് ഓക്സിജനെ വിട്ടുകൊടുത്താലാ നമ്മുടെ ടിഷ്യൂവിന് എന്ത് കിട്ടുള്ളൂ? മാക്സിമം ഓക്സിജൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താവും? ഹീമോഗ്ലോബിന് ഒരു അഫിനിറ്റി ഉണ്ടാവും, ഓക്സിജനോട് ഒരു ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് ഹീമോഗ്ലോബിൻ ഓക്സിജൻ എടുക്കണേ. ആ ഇഷ്ടം കൂടിപ്പോയാൽ എന്ത് പറ്റും? ഓക്സിജനെ കൊടുക്കാൻ ഹീമോഗ്ലോബിൻ റെഡി ആവില്ല ടിഷ്യൂവിൽ എത്തുമ്പോൾ. അതായത് ഇതിനൊരു ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കാന്നുള്ളൊരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ, അതല്ലാതെ ജീവിതകാലം മുഴുവൻ ആ ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുക എന്നുള്ളതല്ല അല്ലെ. അപ്പൊ ഈ ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്ന ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ ഓക്സി ഹീമോഗ്ലോബിൻ when it reaches to the tissues they should be ready to leave that oxygen in the tissue because ടിഷ്യൂവിന് കൊടുക്കാൻ കൊണ്ടുപോയപ്പോൾ എനിക്ക് ഓക്സിജന് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ഓക്സിജനെ ബൈൻഡ് ചെയ്ത് അങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടിഷ്യൂവിന് അത് കിട്ടില്ല അല്ലെ. ഇൻഫൻസിന്റെ കേസിൽ അങ്ങനെയാണ് പറ്റുക. കാരണം ഇൻഫൻസിന്റെ ഹീമോഗ്ലോബിനിൽ അല്ലെങ്കിൽ RBCയിൽ കാണുന്ന വേറൊരു പ്രോട്ടീനാണ് 2,3-bisphosphoglyceric acid. ഓക്കെ, 2,3-bisphosphoglyceric acid, 2,3-bisphosphoglyceric
glyceric acid. ഇതിന് 2,3-BPG എന്ന് പറയും, അല്ലെങ്കിൽ DPG എന്നും പറയും കേട്ടോ. DPG എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, 2,3-diphosphoglyseric acid. അതും ശരിയാണ്. ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് രണ്ട് ഫോസ്ഫേറ്റ് ഉള്ള രണ്ടാമത്തെ മൂന്നാമത്തെ പൊസിഷനിൽ രണ്ട് ഫോസ്ഫേറ്റ് ഉള്ള ഒരു ഗ്ലിസറിക് ആസിഡ് ആണ്. അതിനെ ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എന്നും പറയാം, ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എന്നും പറയാം. അവരുടെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ഒരു കെമിക്കലാണ് 2,3-bisphosphoglyceric acid. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ 2,3-bisphosphoglyceric acid ഉള്ള ഹീമോഗ്ലോബിൻ it will show more affinity towards oxygen. അപ്പോൾ ഒരു വേഗം ഓക്സിജനെ ഫില്ല് ചെയ്യും, പക്ഷെ വേഗം ഓക്സിജനെ വിട്ടുകൊടുക്കാൻ റെഡി ആവില്ല. അപ്പൊ എഫിഷ്യൻസി ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇറ്റ് വിൽ ബി ലെസ് ഇൻ ദ കേസ് ഓഫ് ഇൻഫൻസ്. നമ്മൾ വലുതാവും തോറും ഈ 2,3-bisphosphoglyceric ആസിഡിന്റെ അളവ് കുറഞ്ഞു വരും. അപ്പൊ എന്താവും, നമ്മുടെ ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ടുള്ള അഫിനിറ്റി ആസ് കമ്പയർഡ് ടു ദ ഇൻഫൻസ് ഹീമോഗ്ലോബിൻ ഇറ്റ് വിൽ ബിക്കം ലെസ്. നമ്മുടെ ഹീമോഗ്ലോബിന് അത് ലെസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താവും, അഫിനിറ്റി ടുവേർഡ്സ് ദ ഓക്സിജൻ ഫോർ ഹീമോഗ്ലോബിൻ ഇറ്റ് വിൽ ബി ലെസ്. നമ്മുടെ ഹീമോഗ്ലോബിന് ഓക്സിജനോടുള്ള ഇഷ്ടം അതിനു മാത്രം ഒന്നും ഉണ്ടാവില്ല. വെൻ ഇറ്റ് റീച്ചസ് ടു ദ ടിഷ്യൂസ് ഡ്യൂ ടു സർട്ടൻ കണ്ടീഷൻസ് ഇൻ ടിഷ്യൂവിൽ കാണുന്ന ചില കണ്ടീഷൻസ് കൊണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ അത് മാക്സിമം ഓക്സിജനെ വിട്ടുകൊടുത്ത് അത് കാർബൺ ഡൈ ഓക്സൈഡിനെ റിസീവ് ചെയ്തോളും കേട്ടോ. അതുകൊണ്ടാണ് ചെറിയ കുട്ടികളിൽ അല്ലെങ്കിൽ ഇൻഫൻസിൽ 40 times ഒക്കെ എന്തെടുക്കേണ്ടി വരുന്നത്, ഈ പറയുന്ന ബ്രീത്ത് ചെയ്യേണ്ടി വരുന്നത്. കാരണം അവരുടെ ഓക്സിജൻ റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഒരുപാട് പ്രാവശ്യം ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യിപ്പിച്ചാൽ മാത്രമാണ് അവർക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടുള്ളൂ, ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് 2,3-bisphosphoglyceric acid. ഇനി നമ്മൾ ഇൻഫൻസിന്റെ കേസിലൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഹീമോഗ്ലോബിനിലെ 2α and 2β പ്രോട്ടീൻസ് ആർ പ്രസന്റ് അല്ലെ. 2α chains and 2β chains are present in the case of hemoglobin. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇറ്റ് ഈസ് എ കോംപ്ലക്സ് പ്രോട്ടീൻ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 different types of polypeptide, two copies of alpha and beta ആണ്. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽഫയും ബീറ്റ അല്ല, ഇൻഫൻസിന്റെ കേസിൽ ആൽഫയും ഗാമയാണ് കേട്ടോ. ഗാമ ഗ്ലോബുലിൻ എന്ന് പറയുന്ന ആ ഗ്ലോബുലിൻ ഉള്ളത് കൊണ്ടാണ് ആ ഹീമോഗ്ലോബിന്റെ ഗാമ സബ് യൂണിറ്റ് ആണ് ഈ 2,3-bisphosphoglyceric acid അങ്ങനെ കൂടുതൽ അവിടെ ഉണ്ടാവാനുള്ള കാരണം. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് വിട്ടുപോകരുത്. ഇത് സാധാരണ നീറ്റ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Now we will see the inhalation process. It will take 2 seconds and exhalation process it will take normally 3 seconds we say. Now we know in this pulmonary ventilation or in breathing we can see the conducting zone through which the air is entering inside our alveolar sac. Pulmonary ventilation എന്ന് പറയുന്നത് intake and exit of this oxygen and carbon dioxide respectively. Okay, ഇനി നമുക്ക് ഈ റെസ്പിറേറ്ററി സിസ്റ്റം എടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം കണ്ടക്ടിങ് സോണും ഉണ്ട്, അതുപോലെ എക്സ്ചേഞ്ച് സോണും ഉണ്ട് അല്ലെ. കണ്ടക്ടിങ് സോൺ ആൻഡ് എക്സ്ചേഞ്ച് സോൺ. Conducting zone, it is, we have studied conducting zone. It is from the nostrils and it reaches till the final or the terminal bronchiole region. And the exchange zone is nothing but the duct of alveolus and alveolus. Conducting zone എന്താണ് സംഭവിക്കുന്നത്? When we are taking the breath, the impurities present inside the air, it will be removed out. Impurities എന്ത് ചെയ്യും? Clear out ചെയ്യും. The air which we are taking from the atmosphere, that will be humidified, that will be moistened inside the conducting zone. Conducting zone ൽ അതിനെ moisten ചെയ്യിക്കും. അതേപോലെ തന്നെ that will be warmed according to our body temperature. നമ്മുടെ ബോഡി ടെമ്പറേച്ചറിലേക്ക് ഈ പറയുന്ന എയറിനെ കുറച്ചും കൂടെ വാം ആക്കി നമ്മുടെ ബോഡി ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരും കണ്ടക്ടിങ് സോണിൽ വെച്ച്. അപ്പൊ കണ്ടക്ടിങ് സോണിൽ 3 പ്രോസസ് നടക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ കണ്ടക്ടിങ് സോണിൽ കൂടെ പാസ് ചെയ്യുന്ന എയറിൽ നിന്നുള്ള ഇമ്പ്യൂരിറ്റീസ് കളയും, പിന്നെ അതിനെ ഹ്യൂമിഡിഫൈ ചെയ്യും. അതേപോലെ തന്നെ വി ക്യാൻ സീ ഇറ്റ് ഈസ് ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ ഓഫ് ദിസ് ഫ്രഷ് എയർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ and it will reaches the temperature, it will make it reach to the body temperature. നമ്മുടെ ബോഡി ടെമ്പറേച്ചറിന്റെ അതേ ലെവലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. Now when it is humidifies, when the air is humidifies, you just imagine
ഇത് നമ്മുടെ എക്സ്ചേഞ്ച് സോണിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ എയർ നമ്മുടെ എക്സ്ചേഞ്ച് സോൺ എന്ന് പറയുന്നത് ഏതാണ്? ആൽവിയോളാർ ഡക്റ്റും ആൽവിയോളസും ആണ് അല്ലെ. ആൽവിയോളസിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതൊരു ബലൂൺ പോലത്തെ സ്ട്രക്ചർ ആണ്. ആ ബലൂണിന്റെ ഉള്ളിൽ നിറയുന്ന എയറിനകത്ത് എന്തുണ്ടാവും? മോയിസ്റ്റ് കണ്ടന്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ മോയിസ്റ്റ് കണ്ടന്റ് അങ്ങനെ ഉണ്ടായാൽ യു ജസ്റ്റ് ഇമാജിൻ ഡ്യൂറിങ് എക്സ്ഹൈലേഷൻ ദ എയർ വിൽ ബി റിലീസ്ഡ് ഔട്ട് ഫ്രം ദ ലങ്സ്. ലങ്സിൽ നിന്ന് എയർ റിലീസ് ഔട്ട് ചെയ്യും, അതായത് പുറത്തേക്ക് വിടും. പുറത്തേക്ക് വിടുന്ന സമയത്ത് ആ ആൽവിയോളാർ സാക്ക് ഒക്കെ എങ്ങനെയാവും? ചുരുങ്ങിപ്പോവും. ഇപ്പൊ നമ്മള് ഒരു ബലൂണിലേക്ക് നമ്മൾ കാറ്റ് നിറയ്ക്കുന്ന സമയത്ത് ആ കാറ്റിന്റെ ഉള്ളിൽ മോയിസ്റ്റ് കണ്ടന്റ് ഉണ്ടെങ്കിൽ ഈ മോയിസ്ചർ കണ്ടന്റിന് തമ്മിൽ പരസ്പരം അട്രാക്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും അല്ലെ. അതായത് ഒരു കൊഹീഷൻ പ്രോപ്പർട്ടി ഉണ്ട് വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ. അപ്പൊ ഈ ആൽവിയോളസിന്റെ ഉള്ളിലേക്ക് നിറയുന്ന ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആ മോയിസ്ചർ കണ്ടന്റ് അതെന്താക്കും? ആൽവിയോളസ് ചുരുങ്ങുമ്പോൾ ഈ മോയിസ്ചർ കണ്ടന്റ് അവിടെ നിൽക്കുകയും അത് തമ്മിൽ ഈ ആൽവിയോളസിന്റെ വോള് തമ്മിൽ ഒട്ടിപ്പിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആൽവിയോളസിന്റെ വോള് തമ്മിൽ ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഊതി നിറയ്ക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഈസി. ലങ്സ് വിൽ അണ്ടർഗോ കൊളാപ്സ് അല്ലെ. ലങ്സ് കൊളാപ്സ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മള് ഇപ്പൊ ബലൂണിന്റെ ഉള്ളിൽ വായു നിറച്ചു കഴിഞ്ഞാൽ ആ ബലൂണിന്റെ ഉള്ളിൽ കുറച്ച് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ വായു പുറത്തേക്ക് വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ അതിന്റെ രണ്ട് സർഫസും നമ്മൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. To avoid that, there is a particular secretion inside our lung that is called as surfactant. അതിന്റെ പേരാണ് surfactant. This surfactant it will prevent collapsing the lungs when the moistened air is exhaled out from the lungs. ലങ്സിന്റെ ആൽവിയോളസിൽ നിന്ന് മോയിസ്റ്റൻ എയർ പുറത്തേക്ക് വിടുന്ന സമയത്ത് ലങ്സ് കൊളാപ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് സെക്രീറ്റ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് സർഫാക്റ്റൻ എന്ന് പറയുന്നത്. ദിസ് സർഫാക്റ്റൻ ഇറ്റ് വിൽ ബി സെക്രീറ്റഡ് ഫ്രം ദ ആൽവിയോളാർ സെൽസ്. ആൽവിയോളാർ സെൽസിൽ നിന്ന്, അതായത് ടൈപ്പ് 1 ടൈപ്പ് 2 ആൽവിയോളാർ സെൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ തരത്തിലുള്ള ആൽവിയോളാർ സെൽസ് ഉണ്ട്. അതിനകത്തുനിന്ന് ഒന്നീന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഒരു സെക്രീഷനാണ് ഈ പറയുന്ന സർഫാക്റ്റന്റ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഹിയർ a lung type of respiration in which all organism it is there, the surfactant it will be produced inside the alveolus when the organism get mature to deliver or when it is coming out from the womb of the mother. അതായത് ആ ലങ് റെസ്പിറേഷൻ ചെയ്ത് തുടങ്ങുമ്പോൾ മുതൽ അവരെ ലങ്സിനെ കൊളാപ്സ് ചെയ്യാതെ നിർത്തുന്ന ഈ സർഫാക്റ്റന്റ് എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ. സോ യു ഷുഡ് റിമെമ്പർ ദിസ് പോയിന്റ് ഓൾസോ. കണ്ടക്ടിങ് സോണും എക്സ്ചേഞ്ച് സോണും, എക്സ്ചേഞ്ച് സോൺ ഏതാണ്, കണ്ടക്ടിങ് സോൺ ഏതാണെന്ന് ഓർത്തിരിക്കണം. കണ്ടക്ടിങ് സോണിൽ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് നടക്കുന്നതെന്ന് ഓർത്തിരിക്കണം. ആ ഹ്യൂമിഡിഫിക്കേഷൻ കൊണ്ട് ആൽവിയോളസിൽ ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റിനെ ക്ലിയർ ചെയ്ത് കളയുന്ന കെമിക്കൽ ഏതാണെന്ന് ഓർത്തിരിക്കണം. അതേപോലെ തന്നെ വി ക്യാൻ സി the air which will never undergo exchange inside the respiratory system or inside the breathing organ, that is called as the dead air. Dead air will be present in the dead space of the respiratory system. Dead air എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഒരിക്കലും എക്സ്ചേഞ്ച് ചെയ്യപ്പെടാത്ത എയറിനെയാണ് നമ്മൾ ഡെഡ് എയർ എന്ന് പറയാം. ഈ ഡെഡ് എയർ വന്നിട്ട് ഇറ്റ് വിൽ ബി പ്രസന്റ് ഇൻ ദ കണ്ടക്ടിങ് സോൺ. കണ്ടക്ടിങ് സോണിൽ ഒരിക്കലും എന്ത് നടക്കില്ല? എക്സ്ചേഞ്ച് നടക്കില്ല. അപ്പൊ കണ്ടക്ടിങ് സോണിൽ എപ്പോഴും കാണുന്ന കുറച്ച് എയർ ദാറ്റ് വിൽ നെവർ അണ്ടർഗോ വാട്ട് എവർ ദ സിറ്റുവേഷൻ, it will never undergo exchange with the bloodstream. നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഒരിക്കലും ഡിഫ്യൂസ് ചെയ്ത് വരില്ല, അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു എയറിനെ പറയുന്ന പേരാണ് ഡെഡ് എയർ. അതേപോലെ ഡെഡ് എയർ കാണുന്ന ഒരു സ്പേസിനെ പറയുന്ന പേരാണ് ഡെഡ് സ്പേസ്. ഡെഡ് സ്പേസ് ഈസ് പ്രസന്റ് ഇൻ ദ കണ്ടക്ടിങ് സോൺ. കണ്ടക്ടിങ് സോണിൽ പറ്റി പിടിച്ചിരിക്കുന്ന എയർ ആണ് ഈ പറയുന്ന ഡെഡ് എയർ. ഡെഡ് എയർ ഇറ്റ് വിൽ ബി അറൌണ്ട് 150 ml. ഇതൊരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Dead air, the volume of the dead air present in the respiratory system is 150 ml. 150 ml of dead air is present in the respiratory system. Okay. അപ്പോൾ നമ്മൾ ഇവിടെ അഡീഷണൽ ആയിട്ട് പഠിച്ചത് 2,3 ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഓർത്തിരിക്കണം, സർഫാക്റ്റന്റ് ഓർത്തിരിക്കണം, ഡെഡ് സ്പേസ് ആൻഡ് ഡെഡ് എയർ ഓർത്തിരിക്കണം കേട്ടോ. Now if you see a healthy human, when he do breathing, the breathing efficiency of that particular person can be calculated by using spirometer. അതായത് നമുക്ക് എത്രമാത്രം എയർ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും, നമ്മുടെ ലങ്സിന് എന്തോ ഒരു കപ്പാസിറ്റി ഉണ്ട്, ഇതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് സ്പൈറോമീറ്റർ എന്ന് പറയുന്നത്. സോ വി വിൽ സീ ദ ഡിഫറെന്റ് റെസ്പിറേറ്ററി വോള്യൂംസ് ആൻഡ് റെസ്പിറേറ്ററി കപ്പാസിറ്റീസ് നെക്സ്റ്റ്. ഓക്കെ. സോ ഇനി ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്
respiratory capacity as well as the respiratory volume and respiratory capacity. Respiratory volume can be measured by using spirometer. Because spirometer which measure respiratory volume. Respiratory capacity, respiratory volume which respiratory capacity calculate. So here the respiratory volumes it has given here as residual volume, tidal volume. Tidal volume normally a person in normal respiration, how much air is taken inside, how much air will be exhaled out. That is called as tidal volume. Tidal volume is around 500 ml. Tidal volume it is 500 ml. Normally how much we are breathing in and how much we are exhaling out. That is called as tidal volume. Next one is inspiratory reserve volume. Inspiratory reserve volume is nothing but additional volume of air a person can breathe in after tidal volume. This is normally എനിക്ക് ഒരു 500 ml air breathe ചെയ്യാൻ പറ്റും. അതിന് അഡീഷണൽ ആയിട്ട് ഞാൻ ഡീപ്പ് ബ്രീത്ത് എടുത്ത അതായത് ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസിന്റെ കൺട്രാക്ഷനും ഡയഫ്രത്തിന്റെ മാക്സിമം കൺട്രാക്ഷനും ഒക്കെ കൂടിയിട്ട് മാക്സിമം തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം വർദ്ധിപ്പിച്ച് ഞാൻ എടുക്കുന്ന അഡീഷണൽ വോളിയം ഓഫ് എയറിന് പറയുന്ന പേരാണ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം ഇറ്റ് വിൽ ബി അറൌണ്ട് 2500 to 3000 ml. 2500 to 3000 ml is the inspiratory reserve volume. Adevale next volume which we are calculating, which we are measuring by spirometer is expiratory reserve volume. Expiratory reserve volume, ERV, expiratory reserve volume. Expiratory reserve volume nu parnale after the tidal volume how much volume of air we can exhale out forcefully, that is called as expiratory reserve volume. Expiratory reserve volume is 1000 to 1100 ml. 1000 to 1100 ml is the expiratory reserve volume. 1000 to 1100 ml volume of air can be expired forcefully after the expiration of tidal volume. That is called as expiratory reserve volume. Next one is residual volume. Next one is residual volume. Residual volume is nothing but, see, the volume of air remain even after a forceful expiration. നമ്മൾ forcefully expire ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ലങ്സിന്റെ ഉള്ളിൽ വീണ്ടും എയർ റിമെയിൻ ചെയ്യും. That is called as the residual volume. That is around 1100 to 1200 ml. 1100 to 1200 ml. Okay, so by using these all measurements we can calculate the capacity of our lungs. ഇത് നാലും നമുക്ക് സ്പൈറോമീറ്റർ വെച്ച് മെഷർ ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. നോർമലി നമ്മൾ എത്ര ബ്രീത്ത് ചെയ്യും, നോർമലി ബ്രീത്ത് ചെയ്തതിന് അഡീഷണൽ ആയിട്ട് എത്രയും കൂടി നമുക്ക് ഇൻസ്പയർ ചെയ്യാം, അതേപോലെ നോർമലി ബ്രീത്ത് ഔട്ട് ചെയ്തതിന് അല്ലെങ്കിൽ എക്സ്ഹെയിൽ ചെയ്തതിൻ്റെ ഒപ്പം ഇനി എത്ര കൂടി എക്സ്ഹെയിൽ ചെയ്യാം, അതേപോലെ ഈവൻ ആഫ്റ്റർ ദ കംപ്ലീറ്റ് എക്സ്ഹേലേഷൻ ഓർ ഫോഴ്സ്ഫുൾ എക്സ്ഹേലേഷൻ ഹൗ മച്ച് എയർ അഗെയിൻ ഇറ്റ് വിൽ ബി പ്രസന്റ് ഇൻസൈഡ് ദ lungs, that is the residual volume. Residual volume നമ്മുടെ ലങ്സിൽ ഉണ്ട് എന്ന് കരുതി നമ്മുടെ ഇൻസ്പിരേഷന്റെ കപ്പാസിറ്റിനെ ഒന്നും ഒരു തരത്തിലും ബാധിക്കുന്നില്ല കേട്ടോ. നമ്മുടെ ഇൻസ്പിരേഷന്റെ എഫിഷ്യൻസി കുറയ്ക്കൊന്നും ചെയ്യുന്നില്ല റെസിഡുവൽ വോളിയം. റെസിഡുവൽ വോളിയം ശരിക്കും നമുക്ക് യൂസ്ഫുൾ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പെട്ടെന്ന് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു, ആ റെസിഡുവൽ വോളിയം വെച്ചിട്ട് കുറച്ചു നേരം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അതായത് എന്താ പറയുക, റെസിഡുവൽ വോളിയം എയർ വിച്ച് ഈസ് നോട്ട് ഏബിൾ ടു റിമൂവ് ഔട്ട് ഈവൻ ആഫ്റ്റർ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ ഡിഫ്യൂഷൻ പർപ്പസ്. എന്താ പറയുക, അത്രയും ക്രൈസിസ് കണ്ടീഷനിൽ ആ ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്ത് നമ്മുടെ ബോഡിയിലേക്ക് പോകുന്ന ആ എയർ, ഡെഡ് എയർ മാത്രമാണ് നമ്മുടെ ബോഡിയിലേക്ക് ഡിഫ്യൂസ് ചെയ്യാത്തത് കേട്ടോ. Now we will see the inspiratory capacity. See here, these are the different volumes we say. Now the first one, inspiratory capacity. Inspiratory capacity is nothing but the sum of tidal volume and inspiratory reserve volume. അതായത് tidal volume and inspiratory reserve volume, this is called as the inspiratory capacity. Tidal volume എത്രയാ 500 and plus inspiratory reserve volume എത്രയാ 2500 to
3,000. 2,500 to 3,000. So inspiratory capacity, it will be around 500 plus 2,500, that is 3,000 to 3,500. Is it? 3,000 to 3,500 is the inspiratory capacity of a human. Now we will see the next capacity of our lung, which has given expiratory capacity. Expiratory capacity is nothing but the tidal volume plus expiratory reserve volume. Tidal volume plus expiratory reserve volume, and we know tidal volume it is 500 and expiratory reserve volume it is 1,000 to 1,100. 1,000 to 1,100. So it will be 1,500 to 1,600 will be the expiratory capacity of a human. Next one is functional residual capacity. Functional residual capacity എന്ന് പറഞ്ഞാല്, see here the expiratory reserve volume plus residual volume. അതായത് see, expiratory reserve volume plus residual volume. നമ്മൾ പറഞ്ഞു residual volume is nothing but even after the expiration, forceful expiration, how much amount of air is present inside the lungs is called as residual volume, അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ പറയണ expiratory reserve volume, അത് നോർമൽ ആയിട്ട് എക്സ്പയർ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ലങ്സിൽ എത്രമാത്രം എയർ ഉൾക്കൊള്ളാൻ കഴിയുന്നോ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ദ ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി. നമുക്ക് ഇത്രയും ഫങ്ഷണൽ ആയിട്ടുള്ള റെസിഡുവൽ വോള്യൂം ഓഫ് എയർ വിൽ ബി പ്രസന്റ് ഇൻസൈഡ് അവർ ലങ്സ് ആഫ്റ്റർ ദ normal expiration. So expiratory reserve volume plus residual volume, that is equal to expiratory reserve volume 1,000 to 1,100 plus the residual volume it is 1,100 to 1,200. So 1,000 to 1,100, 1,000 plus 1,100 it will be 2,100 plus 2,100 to 1,100 to 1,200, that will be 2,300. 2,100 to 2,300, that will be the expiratory residual capacity എന്ന് പറയുന്നത്. Okay, correct now? 1,100 plus 1,200. Yes, functional residual capacity, that is nothing but, yes, correct, 2,100 to 2,300. Now next one, it is the vital capacity. What is vital capacity? Vital capacity is nothing but expiratory reserve volume plus tidal volume plus inspiratory reserve volume. Expiratory reserve volume plus tidal volume plus inspiratory reserve volume. See here, വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് നോർമൽ ആയിട്ട് നമുക്ക് എത്രമാത്രം ബ്രീത്ത് ഇൻ ചെയ്യാൻ പറ്റുമോ അത്രയും, അഡീഷണൽ ആയിട്ട് എത്രമാത്രം നമുക്ക് ബ്രീത്ത് ഇൻ ചെയ്യാൻ പറ്റുമോ അത്രയും, അഡീഷണൽ ആയിട്ട് നമുക്ക് എത്ര ബ്രീത്ത് ഔട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും കൂടിയതാണ് നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി ഓഫ് ദ ലങ്സ് എന്ന് പറയുന്നത്. സോ എക്സ്പിറേറ്ററി റിസർവ് വോളിയം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1,000 to 1,100 plus the tidal volume it is 500 plus we can say inspiratory reserve volume, that is 2,500 to 3,000. So here you see 1,000 plus 500, 1,500 plus 2,500, it will be 4,000, and 1,100 plus 500, 1,600, 1,600 plus 3,000, that is equal to 4,600. So the vital capacity of our lungs, it will be around 4,000 to 4,600. Now we will see the total lung capacity. Total lung capacity we can say as TLC, that is nothing but total lung capacity, it is nothing but the vital capacity and residual volume, it is called as total lung capacity. Vital capacity plus residual volume, that is nothing but expiratory reserve volume plus tidal volume plus inspiratory reserve volume plus residual volume, that is equal to total lung capacity. Expiratory reserve volume ഇവിടെ എത്രയാണ്? 1,000 to 1,100 and
tidal volume it is 500 plus inspiratory reserve volume it is 2500 to 3000, and we can see the residual volume it is nothing but 1100 to 1200 ml. Now we will calculate how much is the range of this lung capacity, total lung capacity. 1000 plus 500, 1500, 1500 plus 2500, that is equal to 4000, 4000 plus 1100, that is equal to 5100. So 5100 to 1100 plus 500 is equal to 1600. 1600 to 300 is equal to 1900. 1900 to 1200. Sorry, 1100 to 500 is equal to 1600. 1600 to 3000 is equal to 3000. 4600. 4600 plus 200 is equal to 4800. 4800 plus 1000 is equal to 5800. So 5100 to 5800. This is the total lung capacity. So the breathing volume and breathing capacity of a person can be calculated by this method. Spirometer is used for measuring this one, and we can use this formula for calculating this. It is very important. So here ഈ ഒരു ഫോർമുല ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഇത് പഠിക്കാൻ ഈസിയാണ്. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് എത്രമാത്രം മാക്സിമം ഇൻസ്പയർ ചെയ്യാൻ പറ്റും. എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം എത്ര എക്സ്പയർ ചെയ്യാൻ പറ്റും. ഫങ്ഷണൽ റെസിജ്വൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ റെസിജ്വൽ വോളിയം പ്ലസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം ആണ്. അതുപോലെ അതങ്ങനെ പറയാനുള്ള കാരണം റെസിജ്വൽ വോളിയം എന്ന് പറയുന്നത് ഓൾറെഡി അവിടെ ഉള്ളത്. റെസിജ്വൽ വോളിയം അങ്ങനെ ഉണ്ടാവാൻ കാരണം ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ്. അപ്പോൾ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ വഴി നമ്മൾ എക്സ്പയർ ചെയ്യുന്നതും കൂടി ഇവിടെ കൂട്ടിയാലാണ് ഫങ്ഷണൽ റെസിജ്വൽ കപ്പാസിറ്റി ആവുള്ളൂ. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന എക്സ്പിറേറ്ററി റിസർവ് വോളിയം, അതുപോലെ ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എല്ലാം കൂടി കൂടിയിട്ടാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് അവിടെ ആ റെസിജ്വൽ വോളിയം ആയിട്ട് നിൽക്കാത്ത ബാക്കി എല്ലാ ലങ്സിൽ കാണുന്ന എല്ലാ എയറും കൂടി കൂടുന്നതാണ് വൈറ്റൽ കപ്പാസിറ്റി കേട്ടോ. അതായത് റെസിഡ്വൽ വോളിയം എന്ന് പറയുന്ന ആ ഒരു വോളിയം അല്ലാതെ ബാക്കി, അതായത് എക്സ്ചേഞ്ച് നടക്കുന്ന ബാക്കി വോളിയം ഓഫ് എയർ എല്ലാം കൂടി കൂടിയതാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വൈറ്റൽ കപ്പാസിറ്റിയുടെ കൂടെ റെസിഡ്വൽ വോളിയം കൂടി ആഡ് ചെയ്യുന്നതാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇതിന് ഓരോന്നിനെയും മെഷർ ചെയ്യുന്നത് ഈ സ്പൈറോമീറ്റർ വെച്ച് എടുത്ത മെഷർമെന്റ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇത് ചോദിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ വൈറ്റൽ കപ്പാസിറ്റി ഓഫ് എ ഹ്യൂമൻ ലങ് എന്ന് ചോദിച്ചിട്ട് ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ 4000 to 4600. ചിലപ്പോൾ അവർ കൊടുക്കുന്ന 3500, 4500, 5000 അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുക. സോ യു ഷുഡ് ബി അവെയർ ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ 4000 to 4600. അതിന്റെ ഇടയിൽ ഏത് വാല്യൂ ആണോ അവിടെ കൊടുത്തിട്ടുള്ളത് അതായിരിക്കും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് അടുത്ത ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ്, ദാറ്റ് ഈസ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് അക്രോസ് ദ alveolar membrane, or we can say the exchange of gas. That we will study in the next session.